നമ്മള് ബാങ്ക് നിഫ്റ്റിയിലാണ് ഇന്ന് ഒരു എൻട്രി കൺസിഡർ ചെയ്തിട്ടുള്ളത്. എൻട്രി എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇന്ന് മോർണിംഗ് തന്നെ നമുക്ക് രാവിലെ ഒരു 10 മണി 10:03 3 മിനിറ്റ് ക്യാൻഡിലിൽ ഒരു എൻട്രി, അതായത് നമ്മുടെ സപ്പോർട്ട് എടുത്തൊരു അപ്സൈഡ് പോയിരുന്നു. പക്ഷെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഇൻസൈഡ് തന്നെയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് മാർക്കറ്റ് സൈഡ് വേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണ്. പലപ്പോഴും ഇങ്ങനെ എൻട്രി എടുക്കുന്ന ദിവസങ്ങളിൽ സ്റ്റോപ്പ് ലോസ് ആവാറുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ആദ്യം എൻട്രി മിസ്സായ രാവിലെ 10 മണിക്ക് എൻട്രി മിസ്സായ സെയിം ഏരിയയിൽ തന്നെ മാർക്കറ്റ് വീണ്ടും വന്ന് എത്തിയപ്പോഴാണ് അവിടുന്ന് അപ്സൈഡിലേക്ക് വീണ്ടും ഒരു മൂവ് കിട്ടും എന്നുള്ള ആ ഒരു വ്യൂവിലാണ് നമ്മൾ എൻട്രി എടുത്തത്. പക്ഷെ നമ്മൾ നോർമലി എടുക്കാറുള്ള സമയത്ത് അവിടെ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിന്റെ പാറ്റേൺ ക്രിയേറ്റ് ആവാറുണ്ട് പലപ്പോഴും. പക്ഷെ അത് നമ്മുടെ സ്പോട്ട് ചാർട്ടിൽ ഇതുവരെ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ഒരു ഫോമോരോ ഇതിലാണ് ശരിക്കും എൻട്രി എടുത്തത്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. എൻട്രി എടുത്തതിന് ശേഷം നേരിട്ടിട്ട് ലോസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വെയിറ്റ് ചെയ്യാം എന്തായാലും. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആയതുകൊണ്ട് തന്നെ 1:3 എന്നുള്ള രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. 30 ക്വാണ്ടിറ്റി തന്നെയാണ്. ഒരു ലോട്ട് തന്നെ എടുത്തിട്ടുള്ളത്. 1500 വരെ അടുത്ത് സ്റ്റോപ്പ് ലോസും 4500 വരെ അടുത്ത് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ. ആദ്യം നമ്മുടെ ലോസിലേക്ക് വന്നിട്ട് പിന്നെ പ്രോഫിറ്റിലേക്ക് കോസ്റ്റ് വന്നെങ്കിലും ഇപ്പൊ നല്ലൊരു ക്യാൻഡിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു ഇത് ഡീക്കെ വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് അടിക്കും നമ്മുടെ പെട്ടെന്ന് തന്നെ. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഓവറോൾ വ്യൂ അല്ലെങ്കിൽ നമ്മൾ എടുത്ത എൻട്രി എന്ന തെറ്റായിരുന്നു. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുക. അപ്പൊ ആദ്യത്തെ ക്യാൻഡിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രമായിരുന്നു. നമ്മൾ ഇന്നൊരു എൻട്രി കൂടി നോക്കും. മാർക്കറ്റ് എങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ഒരു എൻട്രി തരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട്. അപ്പൊ ഇങ്ങനത്തെ സമയങ്ങളിൽ ഇമോഷൻസ് ആണ് പലപ്പോഴും വരാറ് നമുക്ക്. കാരണം ഓക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ഇമോഷൻസ് വരിക എന്ന് പറഞ്ഞാല് നമ്മൾ എൻട്രി എടുത്തിട്ട് ലോസിലേക്ക് തന്നെ പോകുമ്പോഴേ പിന്നെ അതേപോലെ ഒരു ഫോം എൻട്രിയും കൂടി ആയിരുന്നു. പിന്നെ മാർക്കറ്റ് ഓവറോള് സൈഡ് വേസ് ആണ്. പക്ഷെ ഒന്നല്ലെങ്കിൽ നല്ലൊരു ഇങ്ങനെ വരുന്ന ദിവസങ്ങളിൽ നല്ലൊരു മൊമെന്റം ഇതിന് ശേഷം വരാറുണ്ട്. അത് ഏത് സൈഡിലേക്കാണെന്നുള്ളതാണ് കൂടുതൽ നമ്മൾ നോക്കേണ്ടത്. ഇന്നലെ നല്ലൊരു മൂവ് മാർക്കറ്റ് തന്ന കാരണം ഇന്ന് ആ ഒരു സൈഡ് വേസ് പോലുള്ള ചാൻസ് കൂടുതലാണ് എപ്പോഴും. അപ്പൊ അതും കൂടി നോക്കിയിട്ട് എപ്പോഴും എൻട്രി എടുക്കുമ്പോ നോക്കുക. നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നമ്മളൊരു സെക്കൻഡ് എൻട്രി കൺസിഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ. നിഫ്റ്റിയിലാണ് എൻട്രി കൺസിഡർ ചെയ്തത്. ഇപ്പോ ഞാൻ രാവിലെ പറഞ്ഞ പോലെ മോർണിംഗ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിനു ശേഷം ബാങ്ക് നിഫ്റ്റി ഹിറ്റ് ആയതിനു ശേഷം അപ്സൈഡിലേക്ക് നല്ലൊരു മൂവ് ബാങ്കിൽ അതെ നിഫ്റ്റിയിലും തന്നു. സൈഡ് വേസ് മാർക്കറ്റ് എന്നുള്ള ഒരു ഫോർമേഷൻ മാറിയതിന്റെ ശേഷം ഇപ്പൊ നമ്മള് എൻട്രി എടുത്തിട്ടുള്ളത് അതിന് ശേഷം ആ ഒരു
പീക്ക് തന്നതിന് ശേഷം പിന്നെ താഴേക്ക് പതിയെ പതിയെ മാർക്കറ്റ് വന്നിട്ട് ഇപ്പൊ ഒരു കെർവ്ഡ് ആയിട്ടുള്ള ഒരു അപ്സൈഡിക്കുള്ള ഒരു ഫോർമേഷൻ വരുന്നുണ്ട്. അപ്പോ അതിന് ശേഷം വന്ന നമ്മുടെ ലിമിറ്റ് ഓർഡറിൽ തന്നെയാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. ക്യാൻഡിലാണ് നമ്മൾ അപ്സൈഡിലേക്ക് പോകുന്നുള്ള വ്യൂവിലാണ് നമ്മൾ നിൽക്കണത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ആദ്യത്തെ ഇത് SL ആയ കാരണം തന്നെ രണ്ടാമത്തെ ട്രേഡ് നിഫ്റ്റിയിൽ എടുത്തുകൊണ്ടും നോർമലി നമ്മൾ 130 ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. സാധാരണ ആദ്യത്തെ ട്രേഡ് SL ഹിറ്റ് അയച്ചിങ്ങനെ നല്ലൊരു എമൗണ്ട് ലോസ് വരുമ്പോൾ നമ്മൾ സെക്കൻഡ് ട്രേഡ് എന്താ ചെയ്യാന്ന് വെച്ചാൽ പകുതി ക്വാണ്ടിറ്റി മാത്രം, അതായത് 2 ലോട്ടിന് ഒറ്റ ലോട്ട് മാത്രമേ നിഫ്റ്റി എടുക്കാറുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ ഇത് നോർമലി എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതും കൂടി SL അടിച്ച് ഇന്ന് വേറെ ട്രേഡ്സ് ഒന്നും ഇല്ല. നമ്മള് എൻട്രി എടുത്തതിന് ശേഷം ചെറിയൊരു മൂവ് ലോസ് കാണിച്ചെങ്കിൽ അതിന് ശേഷം ഒരു നല്ലൊരു സ്പൈക്ക് മുകളിലേക്ക് അപ്സൈഡിലേക്ക് വന്നിരുന്നു. അപ്പൊ തന്നെ നമ്മളെ ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായ ലോസ് കവർ ആയതാണ്. അതുകൊണ്ടാണ് നമ്മൾ വെച്ച സ്റ്റോപ്പ് ലോസിന് എടുത്തിട്ട് ഒന്നും കൂടി ചെറുതാക്കി വെച്ചു. കാരണം ഇനി ലോസ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ആവണം എന്നുള്ള രീതിയിൽ. അപ്പോ നമ്മൾ വെച്ചിടുന്ന 50 പോയിന്റ്സ് കുറച്ചിട്ട് ജസ്റ്റ് ഇപ്പൊ ലോസ് ഉണ്ടാവുക വെച്ചെങ്കിൽ ഒരു 500 രൂപയുടെ ഉള്ളിൽ മാത്രമേ ലോസ് ഉണ്ടാവുള്ളൂ. അപ്പോ 2000 രൂപ എന്നുള്ളത് 4-1 നമ്മൾ കുറച്ചിട്ടുണ്ട്. കാരണം അപ്സൈഡിക്ക് ഒരു ഇത് തന്നിട്ട് പിന്നെ താഴേക്ക് വരിക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഡിക്ക് വരാനുള്ള ചാൻസും, പിന്നെ ഓവറോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം മൊമെന്റം കിട്ടും എന്നുള്ളത് നമുക്ക് അറിയില്ല. പലപ്പോഴും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് സമയത്തൊന്നും ചെറിയ മൂവ് വരാറുള്ളൂ. അപ്പൊ ഇനി അങ്ങനെ ഉണ്ടായെങ്കിൽ തന്നെ നമ്മുടെ ലോസിനെ നമ്മളെപ്പോഴും കൺട്രോൾ ചെയ്യണം എന്നുള്ള രീതിയിൽ. ഇമോഷൻസ് കൊണ്ട് ലോസ് ഉണ്ടാവാറുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ലോസ് ആണെങ്കിൽ നമുക്കത് ചെയ്യാലോ. കാരണം റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ് 1:3 എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ ഇത്രയും ഈ വീക്ക് മുഴുവനായിട്ട് സർവൈവ് ചെയ്ത് മെയിൻ ആയിട്ട് പോണത് തന്നെ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. സ്റ്റോപ്പ് ലോസിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇതും കൂടി ഹിറ്റ് അയച്ചെങ്കിൽ നമ്മൾ ഇന്നത്തെ ഇത് മാർക്കറ്റ് ഇതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സിറ്റ് ആവുന്നതാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം.